ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സോപ്പാണ്, ബീട്രൂട്ട് സോപ്പ്. നമ്മുടെ സ്കിന്നിലെ ഒട്ടുമിക്ക എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ബീട്രൂട്ട്. നമ്മുടെ സ്കിന്ന് നല്ല നിറം വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ബീട്രൂട്ട്. അപ്പോൾ ബീട്രൂട്ട് വെച്ച് നമുക്ക് എങ്ങനെ സോപ്പ് ഉണ്ടാക്കി നോക്കിയാലോ? സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സോപ്പാണ്. നമ്മുടെ മുഖത്ത് പിമ്പിൾസ് വന്ന പാടുകൾ, ഈ സൺ ടാൻ അടിച്ച പാടുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോപ്പാണ്. തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഒരു തരത്തിലുള്ള കെമിക്കൽസോ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന സോപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ബീട്രൂട്ടും ഒരു കറ്റാർ വാഴയാണ് എടുത്തിരിക്കുന്നത്. ബീട്രൂട്ട് എടുക്കുന്ന സമയത്ത് നല്ല ഫ്രഷായ ബീട്രൂട്ട് തന്നെ എടുക്കാൻ നോക്കണം. അത് നല്ലതുപോലെ തൊലി കളഞ്ഞ് കഴുകിയെടുത്ത് ചെറിയ പീസായി കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ കറ്റാർ വാഴ എടുത്തത് അതിൻ്റെ ജെൽ പോഷൻ മാത്രം എടുത്ത് മിക്സിയിലിട്ട് രണ്ടും കൂടി ഒന്നിച്ച് നല്ല പോലെ അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് വേണമെങ്കിലും അങ്ങനെയും ചേർക്കാം. ഞാനിവിടെ ഈ അരച്ചത് അങ്ങനെ ചേർക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കട്ടകളില്ലാണ്ട് നോക്കണം. നല്ല കട്ടകളില്ലാത്ത പോലെ നല്ല പോലെ അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ സോപ്പ് ബേസാണ് ആവശ്യം. ഇനി സോപ്പ് ബേസ് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ പിയേഴ്സ് സോപ്പ് എടുത്താലും മതി കേട്ടോ. പിയേഴ്സ് സോപ്പ് ഇതുപോലെ തന്നെ എടുത്ത് കട്ട് ചെയ്ത് ഡബിൾ ബോയിൽ മെത്തേഡ് ഉപയോഗിച്ച് മെൽറ്റ് ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗ്ലിസറിൻ സോപ്പ് ബേസാണ്. അത് ചെറിയ പോലെ കട്ട് ചെയ്ത് മെൽറ്റ് ചെയ്യാൻ വെക്കാം. അടിയിലൊരു പാത്രത്തിൽ വെള്ളം വെച്ച് അത് ചൂടാവും. അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടുന്നതായിരിക്കും. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം, ഓവർ ഇളക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഈ മുകളിൽ ബബിൾസ് വന്ന് നിൽക്കും. ഞാനിപ്പോൾ വീഡിയോ ഫാസ്റ്റ് ആക്കിയതാണ്. അപ്പോൾ നല്ലതുപോലെ ഇത് മെൽറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഫുള്ളായി മെൽറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബീട്രൂട്ട് ജ്യൂസല്ല, ബീട്രൂട്ടിൻ്റെ പൾപ്പ് അരച്ചത് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ടെങ്കിൽ ചേർക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ഇത് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി ഇത് നമുക്ക് ആ വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ജാസ്മിൻ്റെ ഈ സ്മെല്ലാണ് യൂസ് ചെയ്യുന്നത്. അതൊരു 2 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. നിങ്ങൾക്ക് എത്രത്തോളം സ്മെല്ല് വേണം അത്രത്തോളം ഒഴിക്കാം. ഇതിലേക്ക് നമ്മൾ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ബീട്രൂട്ടിൻ്റെ ഇതേ നിറമായിരിക്കില്ല ഇത് സോപ്പ് കട്ടിയായിട്ട് കിട്ടുമ്പോഴുണ്ടാവുക. ഇനി ഇത് നമുക്ക് സോപ്പ് മോൾഡിലേക്ക് മാറ്റാം. അഥവാ സോപ്പ് മോൾഡ് ഇല്ലയെന്ന് വെച്ച് ആരും വിഷമിക്കേണ്ട. നമ്മുടെ കയ്യിലുള്ള സാധാരണ പ്ലാസ്റ്റിക് കപ്പോ ഇല്ലെങ്കിൽ ഐസ്ക്രീമിൻ്റെ പ്ലാസ്റ്റിക് കപ്പോ എന്ത് വേണം യൂസ് ചെയ്യാം. അതുമില്ലെങ്കിൽ ചെറിയ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ ഉണ്ടാകുന്നില്ല, അത് ഒന്ന് ഓയിൽ തടവിക്കൊടുത്ത് അതിലേക്ക് ഒഴിച്ച് വെക്കാം. ഇനി ഇത് ഒരു 1.5 മണിക്കൂർ കൊണ്ട് തന്നെ നല്ല പോലെ സെറ്റായിട്ട് കിട്ടുന്നതാണ്. ഇത് സെറ്റാകാൻ വേണ്ടിയിട്ട് ഒരിക്കലും വെയിലത്തൊന്നും കൊണ്ടുവെക്കരുത് കേട്ടോ. റൂം ടെമ്പറേച്ചർക്കെല്ലാം നല്ല പോലെ സെറ്റായിട്ട് കിട്ടുന്നതാണ്. റെഗുലറായിട്ട് ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി സോപ്പാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ചെറിയ കുട്ടികൾക്ക് തന്നെ ഉപയോഗിക്കാൻ പറ്റിയ സോപ്പാണ്. നമ്മൾ ഇതിലേക്ക് യാതൊരു കെമിക്കൽസും ചേർത്തിട്ടില്ല. ആകെ ചേർത്തത് സോപ്പ് ബേസ് മാത്രമാണ്. അത് നമുക്ക് എന്തായാലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ്. പിന്നെ ഇതിലേക്ക് ചേർത്ത സ്മെല്ല് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. സ്മെല്ല് നമ്മൾ വീട്ടിൽ തന്നെ ഉപയോഗിക്കുന്നതുകൊണ്ട് സ്മെല്ലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നല്ലതുപോലെ പതയുന്നൊരു സോപ്പും കൂടി തന്നെയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാകും എത്രത്തോളം ഇത് പതഞ്ഞ് വരുന്നുണ്ടെന്ന്. ബാക്കി വന്ന സോപ്പ് ഇതുപോലെ ക്ലീൻ റാപ്പിൽ നല്ലതുപോലെ റാപ്പ് ചെയ്ത് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.